കൊച്ചിയുടെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കുവാൻ ഏറ്റവും പറ്റിയ മാർഗം അത് കൊച്ചി കായലിലൂടെ ഒരു ബോട്ട് യാത്ര തന്നെ. ഇന്ന് നമ്മൾ പങ്കുവെക്കുവാൻ പോകുന്നത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള സാഗരറാണി എന്ന ക്രൂസ് ഷിപ്പിൻ്റെ ചില വിശേഷങ്ങളാണ്. മറൈൻ ഡ്രൈവിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി കടലിൻ്റെ മനോഹാരിതയിലേക്ക് നടത്തിയ ഒരു ചെറിയ യാത്ര. ഞാൻ മറൈൻ ഡ്രൈവിലെത്തിയത് ഏകദേശം 4 മണിയോടെയാണ്. ലക്ഷ്യം ഒന്ന് മാത്രം, സാഗരറാണിയിലെ യാത്ര. KSINCയുടെ കൗണ്ടറിൽ നിന്നും ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ചു സമയം കാത്തിരിക്കേണ്ടി വന്നു സാഗരറാണിക്ക് വേണ്ടി. ഞാൻ തിരഞ്ഞെടുത്തത് 5:30-നുള്ള സർവീസാണ്. കാരണം അസ്തമയ സൂര്യൻ്റെ ചെങ്കിരണങ്ങൾ അറബിക്കടലിൻ്റെ ചക്രവാളത്തിലലിയുന്ന ആ മാന്ത്രിക കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കണമായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ യാത്ര തുടങ്ങി. തീരത്തെ പിന്തള്ളി സാഗരറാണി കായലിലൂടെ മുന്നോട്ട് നീങ്ങി. ഒരു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം ഷിപ്പിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ കൊച്ചിയുടെ സായാഹ്ന സൗന്ദര്യം കാണുവാനുള്ള ആകാംക്ഷ. സമയം സന്ധ്യയോടടുത്തപ്പോൾ കൊച്ചിയുടെ തീരദേശ കാഴ്ചകൾക്ക് ഭംഗി കൂടി വന്നു. ദൂരെ മിന്നിമറിയുന്ന വെളിച്ചങ്ങൾ സാഗരത്തിന് പുതിയൊരു ഭാവം നൽകി. യാത്രയിൽ KSINCയുടെ ഗൈഡുകൾ ഓരോ കാഴ്ചകളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കാഴ്ചകൾക്ക് വിരുന്നേകിക്കൊണ്ട് അങ്ങ് ദൂരെ വല്ലാർപാടം ടെർമിനലും LNG ടെർമിനലും വ്യക്തമായി കാണാമായിരുന്നു. ഈ വല്ലാർപാടം ടെർമിനൽ കൊച്ചി പോർട്ടും ദുബായ് പോർട്ടും ചേർന്നാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കരാർ കഴിയും വരെ വല്ലാർപാടം ടെർമിനൽ ദുബായ് പോർട്ടിൻ്റെ അധീനതയിലാണത്രേ പ്രവർത്തിക്കുന്നത്. പുതുവൈപ്പിൻ എന്ന സ്ഥലത്താണ് LNG ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് വിതരണം സാധ്യമാകും. വല്ലാർപാടം ദ്വീപിലായിട്ടാണ് കണ്ടെയ്നർ ടെർമിനലിൻ്റെ സ്ഥാനം. സന്ധ്യയിൽ കുളിച്ചു നിൽക്കുന്ന തീരത്ത് ഈ കൂറ്റൻ നിർമ്മിതികൾ കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. യാത്രയിൽ കണ്ട മറ്റൊരു പ്രധാന കാഴ്ച ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപായ വില്ലിംഗ്ടൺ ഐലൻഡാണ്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് വില്ലിംഗ്ടണിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡും സന്ധ്യയിൽ കുതിർന്ന മറൈൻ ഡ്രൈവിൻ്റെ ദൃശ്യങ്ങളും ഈ യാത്രയിൽ മനോഹരമായ കാഴ്ചകളായി. ഈ കാഴ്ചകൾക്കിടയിൽ അങ്ങ് ദൂരെയായി കറുത്ത പുകച്ചുരുളുകളാൽ മൂടി ഒരു കൂറ്റൻ കപ്പൽ പോകുന്നത് കണ്ടു. കടലിലെ ഇത്തരം കാഴ്ചകൾ യാത്രയ്ക്ക് കൂടുതൽ കൗതുകം പകർന്നു. വളരെ രസകരമായ ഒരു യാത്രയിലേക്കായിരുന്നു സാഗരറാണി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. കൊച്ചിയുടെ ഹാർബറിൻ്റെയും കായലിൻ്റെയും സാഗരത്തിൻ്റെയും സൗന്ദര്യം ഒരുമിച്ച് ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു യാത്രയാണിത്. നിങ്ങൾ കൊച്ചി സന്ദർശിക്കുമ്പോൾ തീർച്ചയായും ഈ ക്രൂയിസ് യാത്ര ഒന്ന് പരീക്ഷിച്ചു നോക്കണം. ഇന്ത്യൻ നാവികസേനയുടെ കാവലായ INS ധ്രുവ് അവിടെ കാണുവാൻ കഴിഞ്ഞു. 2021 സെപ്റ്റംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഈ ആണവ നിരീക്ഷണ കപ്പൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തു പകരുന്ന ഒന്നാണ്. കാഴ്ചകളുടെ ലോകത്ത് ലയിച്ചിരിക്കുകയായിരുന്ന യാത്രക്കാരെ തട്ടി വിളിച്ചുകൊണ്ട് സാഗരറാണിയിലെ ജീവനക്കാർ കോഫിയും സ്നാക്സും വിതരണം ചെയ്യുവാനായി വന്നു. സ്നേഹത്തോടെയുള്ള അവരുടെ പെരുമാറ്റം യാത്രയ്ക്ക് കൂടുതൽ മധുരം പകർന്നു. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു സൈഡ് സീറ്റ് ഒപ്പിച്ചെടുത്തിരുന്നു. കായൽ കാഴ്ചകൾ ഒന്നും വിട്ടുപോകാതെ ഇരിക്കുവാനുള്ള ആകാംക്ഷയായിരുന്നു എനിക്ക്. എന്നാൽ സാഗരറാണി മുന്നോട്ട് പോയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഏതെങ്കിലും ഒരു സൈഡിലായി മാത്രം ഒതുങ്ങുന്നതല്ല ഇവിടുത്തെ കാഴ്ചകളെന്ന്. ഷിപ്പിൻ്റെ ഇരുവശങ്ങളിലും മാറി മാറി വരുന്ന ദൃശ്യങ്ങൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ഒരു വശത്ത് കൊച്ചിയുടെ നഗരക്കാഴ്ചകൾ, മറുവശത്ത് തുറമുഖത്തിൻ്റെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ സീറ്റിൽ ഒതുങ്ങിയിരിക്കാതെ ഷിപ്പിൻ്റെ ഡെക്കിലൂടെ നടന്ന് എല്ലാ കാഴ്ചകളും ആസ്വദിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. നേരം ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. സാഗരറാണി പതിയെ കായലിൻ്റെ ശാന്തതയിൽ നിന്നും അറബിക്കടലിൻ്റെ വിശാലതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു.
യാത്രയുടെ സ്വഭാവം മാറിയതുകൊണ്ടാവാം, ചുറ്റും നിരവധി മീൻപിടുത്ത ബോട്ടുകളും ദൂരെയായി വലിയ ചരക്ക് കപ്പലുകളും കാഴ്ചയിൽ പ്രത്യക്ഷമായി തുടങ്ങി. കടലിൻ്റെ യഥാർത്ഥ മുഖം കണ്ടു തുടങ്ങിയ നിമിഷങ്ങൾ. എൻ്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യത്തിലേക്കുള്ള സമയമായി. അന്നത്തെ തൻ്റെ കർത്തവ്യങ്ങൾ അവസാനിപ്പിച്ച് സൂര്യൻ ചക്രവാളത്തിലേക്ക് മറയുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ നിമിഷം വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയാത്തത്രയും മനോഹരമായിരുന്നു. കായലിൽ നിന്നും ഒരു അസ്തമയ സൂര്യനെ കാണുക എന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. ആകാശവും കടലും ചുവപ്പ് രാശിയിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. പ്രകൃതി ഒരുക്കുന്ന ആ ദൃശ്യവിസ്മയം കണ്ണിമ വിട്ടാതെ നോക്കി നിന്നുപോയി. വളരെ ചാരുതയുള്ളതും മനസ്സിൽ എന്നും സൂക്ഷിക്കുവാൻ കഴിയുന്നതുമായ ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോഴേക്കും ദൂരെ എങ്ങോ കണ്ട കറുത്ത പുകപടലങ്ങൾ വമിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആ കപ്പലിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും മനസ്സിൽ ഒരുതരം ആശങ്കയായിരുന്നു. ഒരു നിമിഷം ആ കപ്പൽ അപകടത്തിലായി ആളിക്കത്തുകയാണോ എന്നുപോലും തോന്നിപ്പോയി. ആ കാഴ്ച ഒരു നേരിയ ഞെട്ടലോടെയാണ് മനസ്സ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ഞങ്ങളുടെ കപ്പലിലെ അന്തരീക്ഷം അതിൽ നിന്ന് തികച്ചും വിഭിന്നമായിരുന്നു. ഈ ആകാംക്ഷകൾക്കിടയിലും കപ്പലിലെ ഗൈഡുകൾ യാത്രക്കാർക്ക് വേണ്ടി പാട്ടുകൾ പാടിയും കാണുന്ന കാഴ്ചകൾ മനോഹരമായി വിവരിച്ചും ഞങ്ങളെ സജീവമായി നിർത്തി. സത്യത്തിൽ ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ഈ സ്വപ്നയാത്ര ഇത്രയധികം മനോഹരവും ആവിഷ്കരണീയവും ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കപ്പലിലെ ഓരോ ജീവനക്കാരും യാത്രക്കാരെ സന്തോഷിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഓരോ വാക്കുകളിലും ചിരിയിലും പ്രകടമായിരുന്നു. വെറുതെ ഇരുന്ന് കാഴ്ചകൾ മാത്രം കാണേണ്ടവരല്ല നമ്മൾ എന്ന ഒരു സന്ദേശം അവർ സ്നേഹത്തോടെ നൽകി. പാട്ടുകൾ പാടാൻ കഴിവുള്ളവർ മുന്നോട്ട് വരിക. പാടിയും ചുവടുകൾ വെച്ചും നമുക്കൊരുമിച്ച് ഈ യാത്രയെ അല്ലെങ്കിൽ ഈ സന്ധ്യയെ മനോഹരമാക്കാം എന്നവർ അഭ്യർത്ഥിച്ചു. എന്നാൽ ആ വലിയ വേദിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആദ്യമൊന്നും ആരും തയ്യാറായില്ല. ആവേശഭരിതമായ ആ ക്ഷണത്തിൽ യാത്രക്കാർ ആദ്യം അല്പമൊന്ന് മടിച്ച് കാഴ്ചകളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നി നിശബ്ദരായി നിന്നു.